ഹായ് മക്കളെ, മിഥിലാമസാണ്. ഓണപരീക്ഷ കഴിഞ്ഞു, സ്കൂൾ തുറന്നു. സ്കൂളിലെത്തിയപ്പോൾ ചൂടോടെ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിൻ്റെയും ആൻസർ ഷീറ്റൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പലർക്കും വിചാരിച്ച പോലെ തന്നെ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ഹാപ്പി ആയിരിക്കും. എന്നാലും മെജോറിറ്റി മക്കളും ഓരോ സബ്ജക്റ്റുകളിൽ അവർ എക്സ്പെക്ട് ചെയ്തത്രയും മാർക്ക് നേടാൻ സാധിക്കാത്തവരായിരിക്കും അല്ലേ? പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്കാണെങ്കിൽ നല്ലപോലെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതുകയും ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും എവിടെയാണ് എനിക്ക് ഈ ഒരു പ്രശ്നം പറ്റിയത് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയായിരിക്കും അല്ലേ ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എല്ലാവരും നിങ്ങളെ പേടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ കുട്ടികളുടെ മനസ്സിൽ ഒരു പേടി തട്ടി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു നിസ്സാരം ഓണപരീക്ഷയ്ക്ക് എനിക്ക് ഞാൻ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് SSLC പബ്ലിക് എക്സാമിന് ആ ഒരു ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുക? ഇനി ഒരുപാട് ചിന്തകൾ നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മക്കളെ, SSLC എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞുതരും. തീർച്ചയായിട്ടും SSLC ഒരു വലിയ കടമ്പ തന്നെയാണ്. പക്ഷേ ഈ ഒരു വലിയ കടമ്പയെ നമ്മൾക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിൽ എവിടേക്കോ എന്തൊക്കെയോ ചില പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് വിചാരിച്ച മാർക്ക് ഓണപരീക്ഷയ്ക്ക് കിട്ടാതെ പോയത് അല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് പരിഹരിക്കുകയും അതേപോലെ തന്നെ അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഒരു സ്ട്രാറ്റജിയോട് കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയും മോഡൽ എക്സാമും അതുവഴി SSLC പബ്ലിക് എക്സാമും ഒക്കെ പുഷ്പം പോലെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സ്വന്തമായിട്ട് ഇരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം, പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജീസ് വേണം. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജൈലം നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. മക്കളെ, 29-ാം തീയതി സൺഡേ വൈകിട്ട് കൃത്യം 8 മണിക്കാണ് ഈ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രീ വെബിനാർ ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, സ്ക്രീനിൽ കാണുന്ന QR കോഡ് യൂസ് ചെയ്തും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ 100% ഫ്രീ ആയിട്ടാണ് എൻ്റെ മക്കൾക്ക് ഈ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഇതുവരെ നിങ്ങൾക്കായി സൈലം തന്നതൊന്നും പാഴായി പോയിട്ടില്ല അല്ലേ? അപ്പം ഇനിയും തരാൻ പോകുന്നതൊന്നും പാഴായി പോകില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.